അല്ല, പാർട്ടിയോട് അതിന് കടപ്പാട് പറയാമെന്നല്ലാതെ പിന്നെ അതിനപ്പുറം ഒന്നും പറയാനില്ലല്ലോ. ഞാൻ ആവശ്യപ്പെട്ടതൊന്നും അല്ല. പാർട്ടി മുൻകൈയെടുത്ത് പാർട്ടി നേരിട്ട് ബാങ്കുമായി ബന്ധപ്പെട്ടിട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഈ പ്രതിസന്ധി ഘട്ടത്തിലൊക്കെ പാർട്ടി കൂടെ നിന്നിട്ടുണ്ടോ? അതിൻ്റെ ഒരു ഉദാഹരണം അല്ല, പാർട്ടി എപ്പോഴും എൻ്റെ കൂടെ നിന്നിട്ടുണ്ടല്ലോ. ഞാൻ പാർട്ടിയുടെ കൂടെയും നിന്നിട്ടുണ്ടല്ലോ. ഞാൻ എപ്പോഴെങ്കിലും പാർട്ടിയെ തള്ളി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പാർട്ടി എന്നെയും തള്ളി പറഞ്ഞിട്ടില്ല ഒരിക്കലും. അത് ഒരു പരസ്പര പൂരകമായി നിൽക്കുന്ന രണ്ട് ഘടകങ്ങളാണ്. കാരണം ഈ പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചൊരു വീടാണ്. ഈ വീട്ടിൽ നിന്നാണ് പിന്നെ പാർട്ടിയെ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ മുഴുവൻ പിന്നെ കുടുംബവും അതിനു വേണ്ടി സമർപ്പിക്കപ്പെട്ടിട്ടുള്ളവരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാറ്റിൻ്റെ ഉപരിയാണ് പാർട്ടി. പാർട്ടിയെ തള്ളിപ്പറയുന്ന ഒരു അവസ്ഥയും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഈ സമൂഹമാധ്യമങ്ങളിലൊക്കെ വന്ന ഒരു പ്രതികരണങ്ങൾ അത് ഹൃദയപരമായി തന്നെ ഭയങ്കര ഒരു അല്ല, എനിക്കതിൽ ഉള്ള ഒരു വലിയൊരു വൈകാരികത എന്ന് പറയുന്നത് നമ്മൾ അത്തരം സന്ദർഭങ്ങളിൽ ഒറ്റപ്പെടില്ല എന്നുള്ളതാണ്. സമൂഹം മുഴുവൻ ജാതിമത വ്യത്യാസമില്ലാതെ സാമൂഹ്യ കലാ സാംസ്കാരിക സിനിമ രംഗങ്ങളിലുള്ളവർ പോലും വിളിച്ചിട്ട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഒന്നും ചെയ്യേണ്ടതില്ല, നിങ്ങളുടെ ഈ ഒരു സുമനസ്സിന് നന്ദി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. കാരണം നമുക്ക് അല്ലാത്ത രീതിയിലൊന്നും ആവശ്യമില്ലല്ലോ, ഇതല്ലാത്തതൊന്നും ആവശ്യമില്ലല്ലോ. അങ്ങനെ ജീവിക്കായിരുന്നെങ്കിൽ എനിക്ക് വളരെ സുഖമായി എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ പലതരത്തിലുള്ള ഞാൻ മന്ത്രിയായിരിക്കുമ്പോഴൊക്കെ പല കാര്യങ്ങളും പലരും പറഞ്ഞു പ്രചരിപ്പിച്ചിരുന്നു. അപ്പോൾ അതിനൊക്കെ വളരെ വൈകിയാണെങ്കിലും ഒരു നീതി കിട്ടി എന്നുള്ളതാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നമ്മളൊന്നും ഒരു അവരുടെ ഒന്നും ഒരു അരിമണി പോലും അപഹരിക്കരുത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്.